കേരളത്തിൽ മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ള ചർച്ചകളും നടക്കുകയാണ്. പിണറായി വിജയൻ ഇനിയൊരു പ്രതിപക്ഷ നേതാവായി വരരുത് എന്നതാണ് നേതൃത്വത്തിൽ തന്നെയുള്ള തീരുമാനം. അദ്ദേഹത്തെ മാറ്റി മറ്റൊരു നേതൃത്വം അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലെ. അപ്പം പ്രതിപക്ഷത്തും ഒരു ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് വേണം. ആരായിരിക്കും പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ സാധ്യതയുള്ള ആള്? വി ഡി സതീശൻ. വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ പൊതുവെ പിണറായി വിജയന്റെ പേരുകളൊക്കെയാണ് കേൾക്കുന്നത്. പിണറായി വിജയൻ, ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് വന്നത്. അപ്പൊ ഇതിലാരായിരിക്കും? മന്ത്രി വി ഡി സതീശൻ തന്നെ. മന്ത്രി വി ഡി സതീശനാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി പിണറായി വിജയൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ഇരുന്ന് പോയതല്ലേ, പിന്നെ എന്തിനു പറഞ്ഞു? ഒരു പ്രതിപക്ഷമായിട്ട് പോലും അദ്ദേഹം ഇരിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇരിക്കില്ലെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഭരണപരാജയം കൊണ്ടാണോ ഈ ഒരു തോൽവി ഏറ്റുവാങ്ങിയത്? അയാൾ മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അയാൾ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പാടില്ല അല്ലേ? അത് തന്നെ. ചേട്ടാ, കേരളത്തിൽ ഇപ്പം മുഖ്യമന്ത്രിക്കായിട്ടുള്ള ചർച്ചകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആര് വരുമെന്ന് ഒരു പിടിയില്ല. പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, ബാലഗോപാൽ അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിലാരായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതീക്ഷിക്കാവുന്നത്? പിണറായി വിജയനെ പ്രതീക്ഷിക്കാമോ? പിണറായി വിജയനെ പ്രതീക്ഷിക്കേണ്ട, ആരും ജനങ്ങളെ പ്രതീക്ഷിക്കേണ്ട. ഇത്രയും നല്ല ചെയ്ത ആള് പിന്നെ പ്രദേശത്തേറെ ഇരുന്നിട്ട് കാര്യമുണ്ട്? അങ്ങനെ ഒരു ചീളാക്കിയല്ലേ കളഞ്ഞത്. പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം പോലും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നാണോ പറയുന്നത്? ഇന്നില്ലെന്നല്ല, അങ്ങേര് ഇനി അതിനേക്കാളും പ്രധാനമന്ത്രി ആയിട്ടിരിക്കാനുള്ള ആളാണ് അങ്ങേര്. ഇത്രയും നല്ല ചെയ്ത ആളല്ലേ. അങ്ങേര് ഇനി കയറി പ്രദേശത്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലപ്പുറം വേറെ ഒന്നുമില്ല പറയാൻ. നല്ലൊരു വ്യക്തിയാണ് പിണറായി വിജയൻ. 10 വർഷം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കുറേ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇനി കഞ്ഞി പോലും കുടിക്കാൻ പറ്റില്ല. കാരണം KSRTC സ്ത്രീകൾക്ക് ഫ്രീ എന്നും പറഞ്ഞാണ് അവർ കയറിയത്. ഇപ്പോഴേ അതിന് തർക്കം തുടങ്ങി. മനസ്സിലായില്ലേ? ചുമ്മാ വാഗ്ദാനം, പൊള്ള വാഗ്ദാനങ്ങളൊക്കെ വർഗീയതയും മറ്റൊന്നും പറഞ്ഞു വെച്ചല്ലേ ഇവരൊക്കെ കയറിയിരിക്കുന്നത്. അല്ലാതെ ഇവരൊക്കെ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ പ്രശ്നം. 10 വർഷം അങ്ങേരി ഇരുന്നപ്പം പാവപ്പെട്ട ജനങ്ങളെല്ലാവരെയും സംരക്ഷിച്ചു. പണക്കാരെ നോക്കിയില്ല. അതാണ് അങ്ങേരി പറ്റിയ തെറ്റ്. കോടീശ്വരന്മാരെയും വലിയ വലിയ മുതലാളിമാരെയും നോക്കിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു ശക്തനായ പ്രതിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഭരണപക്ഷത്തിന് എതിരെ കാര്യങ്ങൾ. പാവങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ള കംപ്ലീറ്റും 10 വർഷം ചെയ്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് കംപ്ലീറ്റും വീടായി. പുതിയൊരു ഭരണപക്ഷം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു മുഖ്യമന്ത്രി വരുമ്പോൾ 2 മാസം അങ്ങോട്ട് പോട്ടെ. അപ്പോഴേ നിങ്ങൾ ലേഡീസ് തന്നെ ഇറങ്ങി അടി കൊടുക്കുമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മറ്റേ ബസ്സിൽ അതൊക്കെ നടക്കണ കാര്യമാണ്. അവന്മാർ പറഞ്ഞ കംപ്ലീറ്റ് വാഗ്ദാനം. 600 രൂപ പെൻഷൻ കൊടുക്കാനുള്ള അവന്മാർ 10 വർഷത്തിന് മുമ്പ് 600 രൂപ പെൻഷൻ കൊടുക്കാനുള്ള 18 മാസം പെൻഡിങ് ഇട്ടിട്ട് പോയ മോന്മാരാണ് അവന്മാർ. ഇനി അവന്മാർ കയറി ഇരുന്നിട്ട് എന്തുണ്ടാകെ? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി ഇരിക്കൂലേ? നമ്മൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ആൾ കാണും. ശക്തമായ അവർ തീരുമാനം എടുക്കും, പ്രതിപക്ഷത്തിരിക്കും. എന്തായാലും പിണറായി ഇരിക്കലെന്നാണ് ഞാൻ പറയണത്. എന്നാണ് ആഗ്രഹിക്കുന്നത്? പിണറായി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കരുതെന്നാണോ ആഗ്രഹിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? പിണറായിക്കാളും വലിയ ആൾക്കാരെങ്കിലും ഭരണപക്ഷത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെയുള്ള അങ്ങേര് പ്രതിപക്ഷത്ത് കയറി ഇരുന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലും നല്ല വി ഡി സതീശനോ മറ്റേ KC-യാണോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഇങ്ങനെക്കാളും ഉന്നത ആരെങ്കിലും ഉണ്ടോ ഭരണപക്ഷത്തിരിക്കാൻ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതീക്ഷത്തിരിക്കുകയായിരുന്നു. പിണറായി വിജയനേക്കാളും ഉന്നത കൊടുത്ത ഭരണപക്ഷത്തുണ്ടെങ്കിൽ പിണറായി പ്രതീക്ഷത്തിരിക്കുകയായിരുന്നു. ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ പറ്റിയ ഒരു ഭരണപക്ഷം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പ്രതിപക്ഷത്തേക്ക് ഇരിക്കാൻ അർഹനല്ല അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുകയും 99% മുസ്ലിങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്ത്, പിന്നെ 75-80% ഈഴവാസ് BJPക്ക് വോട്ട് ചെയ്ത്.
പിന്നെ എവിടെയാണ് വർഗീയത ഇല്ലെന്ന് എങ്ങനെയാണ് പറയണത്? എല്ലാം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടത് കംപ്ലീറ്റും. തോറ്റ MLA-മാരെയും പിന്നെ മന്ത്രിമാരെയൊക്കെ എടുത്ത് നോക്കിയാൽ എത്ര വോട്ടിന് തോറ്റിട്ടുണ്ട്, അവർ എങ്ങനെ യാത് ജാതിയുടെ വോട്ട് കിട്ടിയാണ് തോറ്റത്. ഒറ്റ മുസ്ലിം വോട്ട് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഈ നമ്മളെ ഈ വയനാട് ദുരന്തം തന്നെ ഭയങ്കര പ്രശ്നമായി കിടന്നില്ലേ? വയനാട് ദുരന്തത്തിൽ ശമം വരെ വിറ്റ് തിന്നവന്മാരാണ് അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തുളച്ചില്ല, ഇനി എന്തൊരു പ്രതിപക്ഷം? ശക്തമായ ഭരണപക്ഷത്തിന് ശക്തമായിട്ടുള്ള ഒരു എതിരാളി എന്ന നിലയിൽ പിണറായി വരുമോ പ്രതിപക്ഷ നേതാവായിട്ട്? പ്രതിപക്ഷ നേതാവ്, ഒരു നല്ല പ്രതിപക്ഷ നേതാവ് വരണം. അയാൾ വരണ്ടെന്നല്ലേ CPI പറയണത്. ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നുണ്ടല്ലേ? അതിനോട് തന്നെ യോജിക്കുന്നുണ്ടോ? ആ ഒരു പാർട്ടിയുടെ നിലപാടോടെ നമ്മളതിപ്പോ അങ്ങനത്തെ അഭിപ്രായമൊന്നും പറയാൻ നമ്മളതിനുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞു, സ്വന്തം അഭിപ്രായം. ഒരു പൊതുജനം എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നിലപാടുകളില്ലേ? നമുക്ക് ഇതിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാമല്ലോ. അതൊക്കെ പറയാം. അവർ തിരഞ്ഞെടുക്കട്ടെ. പിണറായി അല്ലെങ്കിൽ ഞാൻ 3 പേരുടെ ഒരു പേര് പറയാം പ്രതിപക്ഷ സ്ഥാനത്തേക്ക്. വേണുഗോപാൽ, മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ. ഇതിൽ ആരായിരിക്കും? എല്ലാം ഒരേപോലെ തന്നെയല്ലോ, പിന്നെ എന്താ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. കാരണം അവരൊക്കെ ജനങ്ങളെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയില്ല. 10 വർഷം ഇരുന്നിട്ട് മനസ്സിലാക്കിയില്ല. ഇപ്പോഴിനി ഇന്നലെ കമ്മിറ്റി കൂടിയിട്ട് പറയണം, ഞങ്ങൾ പഠിക്കും, തിരുത്തും. ഇത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ പറഞ്ഞ, അങ്ങനെ തിരുത്തി പഠിച്ചും ഒക്കെ പിന്നെയും പഴയ തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കതിലൊന്നും വിശ്വാസമൊന്നുമില്ല. ജോലി ചെയ്യണം, ജീവിക്കണം അല്ലേ? ഇപ്പൊ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ശക്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെ എത്തുമോ? എന്താണ് അഭിപ്രായം? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ തീരുമാനമാണല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് ആഗ്രഹം ഉണ്ടാകുന്ന അറിയാൻ പറ്റില്ലല്ലോ. ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ എന്താണ് അഭിപ്രായം? പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരാവും? അതിപ്പോൾ ആരാ നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരുടെ തീരുമാനമായിരിക്കും. പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ല, അവർ തീരുമാനിക്കും, നമുക്ക് നടക്കൂല, അവരുടെ തീരുമാനമേ നടക്കുകയുള്ളൂ. കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം അങ്ങനെയൊന്നും ഇല്ല. നമുക്കൊരു ആഗ്രഹമില്ല, ആരായിരുന്നാലും ഒരു കുഴപ്പമില്ല, ആരായാലും നമുക്ക് നല്ലത് ചെയ്യണമെന്നേ ഉള്ളൂ. വരുന്നത് അത്ര നല്ലതല്ല. കാരണം 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു, നേരെ പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. ഇനി തിരിച്ച് അതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതോടെ അങ്ങ് മതിയാക്കി പോകേണ്ടതാണ് നല്ലത്. ഇനി പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശരിക്കുമുള്ള നടപടിക്രമമില്ല. മറ്റുള്ള ആൾക്കാരുടെ ഏൽപ്പിച്ചിട്ട് മാറിപ്പോകുന്നതാണ് ഉത്തമം. അല്ലാതെ ഇതിൽ കയറി ഇനി അധികാരത്തിനും ക്ലിപ്പോസും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്റ്റേറ്റുകാർ മാറ്റി വേണ്ട. ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞല്ലോ, ഇനി ഇതോടെ കൂടി മതിയാക്കിയിട്ട് പ്രായങ്ങളും കഴിഞ്ഞു. ഇനി ഇത് വെച്ചങ്ങ് മതിയാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രതിപക്ഷത്തിൽ വേറെ വ്യക്തി വരട്ടെ എന്നാണല്ലേ ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷത്തിൽ വേറെ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. ബാലഗോപാൽ കുഴപ്പമില്ല, നല്ലൊരാളാണ്. അങ്ങനെ അതൊക്കെ നല്ല വ്യക്തികളൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഇത് ഈ അങ്ങ് പാറിപ്പോകുമ്പോൾ പാർട്ടിക്ക് തന്നെ ഒരു നല്ലൊരു അഭിപ്രായം ഉണ്ടാകും. പിന്നെ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കല്ല നടപടിക്രമമല്ല. അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കണമെന്ന് ഉള്ളൊരു വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? വാശി പിടിച്ചാൽ അതൊരു വാശിയായി. പ്രായം ചെന്ന ആളാണ് ചിലപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഇവിടെ തന്നെ എനിക്ക് ഇങ്ങനെ വേണം, 5 വർഷത്തിൽ ഞാനിവിടെ സ്റ്റേറ്റ് കാറിലും എല്ലാത്തിലും ഒന്ന് കറങ്ങി സർക്കാർ ചിലവിലൊക്കെ ഒന്ന് നേരത്തെ ഇരുന്ന പോലെ രാജകീയമായ രീതിയിൽ ആ രീതിയിൽ ജീവിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിലോട്ട് പോവാം. ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരാണെന്നുണ്ടെങ്കിൽ അതോടൊക്കെ മതിയാക്കി പോകേണ്ടതാണ് ഏറ്റവും ഉത്തമം. പാർട്ടിക്കുള്ളിൽ പറയുന്നത് പോലെ പിണറായി വിജയൻ ഇനി പ്രതിപക്ഷത്തെ സ്ഥാനത്ത് പോലും വരരുത് എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം ഭൂരിപക്ഷം, കാരണം പാർട്ടിയുടെ ഇതിന് അദ്ദേഹത്താണ് തോൽപ്പിച്ചത്. പാർട്ടി ഇവരൊക്കെയാണല്ലോ തോൽപ്പിച്ചത്. ഇത്രയും ഇതില്ലാതെ പാർട്ടിക്കാരെയാണ് വോട്ട് ചെയ്യിപ്പിച്ചാണ് ഇപ്പം ഇവർ ജയിച്ചു വരാൻ കാരണം. കോൺഗ്രസ് ജയിച്ചു വരാൻ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ. കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിന് കിട്ടി, BJPയുടെ വോട്ട് BJPയിൽ കിട്ടി. കമ്മ്യൂണിസ്റ്റിൽ തന്നെ കുറേ എതിർപക്ഷ ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ രീതിയും ശൈലിയൊന്നും ശരിയല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ടാണ് പാർട്ടിയുടെ വോട്ടാണ്, ആ പാർട്ടി വോട്ടാണ് ഇങ്ങോട്ട് സ്ലിപ്പായത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് എനിക്ക് വേണ്ട. അദ്ദേഹത്തിനും അറിയാം, നമ്മുടെ കാലൊക്കെ അറിയുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഇത് വേണ്ട. ഇനി ഇവരെന്തെങ്കിലും ചെയ്ത് തീർക്കട്ടെ, നമുക്ക് അതിലോട്ടങ്ങ് മരുമോനും ഉണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ അതിൽ കിടന്ന് ഇനി ആവണ്ടാന്ന് പോകുന്നതാണ് ഏറ്റവും ഉത്തമം.